KMTVയുടെ വെസ്റ്റേൺ വയലിൻ ലെസൺ പാർട്ട് 37ലേക്ക് സ്വാഗതം. ഞാൻ അജയ്കുമാർ ജി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സസൈസ് CH ഓൺമാൻ്റെ വയലിൻ മെത്തേഡ് ബുക്കിൽ 38 മുതൽ 43 വരെയുള്ള എക്സസൈസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ എക്സസൈസ് ഏതൊക്കെയാണെന്നൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ CH ഓൺമാൻ്റെ ബുക്കിലെ 38, 39, 40 എന്നീ എക്സസൈസുകളാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയ എക്സസൈസാണിത്. അപ്പം വായിക്കാൻ ഇച്ചിരി സൗകര്യമുണ്ട്, അധികം ഇല്ല നോട്ട്സുകൾ. പിന്നെ 3/4 ടൈമിങ്ങിലാണ്, അതായത് ഒരു ബാറിൽ 3 ബീറ്റ്. അപ്പം 1/3 ഓഫ് ദി ബോയെ ഉപയോഗിക്കാവൂ ഈ നോട്ടുകൾ വായിക്കാമെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് തന്നെയല്ല, ഓരോ എക്സസൈസും 10 തവണ വായിക്കണം. അപ്പോൾ ഒന്നാമത്തെ എക്സസൈസ് എങ്ങനെയാണ് വായിക്കേണ്ടത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ 38th എക്സസൈസ്. എക്സസൈസ് ഇതാണ്. നിങ്ങൾ വായിക്കുമ്പോൾ ഇത് 10 തവണ വായിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അത് എക്സസൈസിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് തന്നെയല്ല, ഇതിനെ 1/3 ബോയിൽ വായിക്കുമ്പോൾ ഇച്ചിരി വേഗതയും കൂടും. അതായത് ഇങ്ങനെ പോകും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഇനി 39th എക്സസൈസ്. ഇത് അവസാനത്തെ ഒരു നോട്ടുള്ളത്, അത് സ്ലെയർ ആണ് 39ൽ. അപ്പം നമ്മൾ അത് ആ രൂപത്തിൽ തന്നെ വായിക്കണം. ഒന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എക്സസൈസ് 40. അത് ആ നോട്ട് മുഴുവൻ നിങ്ങൾ കണ്ടു കാണും. മിനിം നോട്ടാണ്, പക്ഷേ ഡോട്ടഡ് മിനിം നോട്ട്. അതിനപ്പുറം ഒരു കുത്തുണ്ട്. അപ്പോൾ അത് 3 ബീറ്റ് വരും. അപ്പോൾ വാല്യൂ ഒരിക്കലും കുറയാൻ പാടില്ല. അപ്പോൾ അത് വായിക്കണം. അതായത്
ഇനി അടുത്ത എക്സസൈസിലേക്ക് പോകാം. 41. ഇതുമെല്ലാം 10 ടൈം വീതം നിങ്ങൾ വായിക്കണം. അതും 3-4 ടൈമാണ്. ഹോൾ ബോ എക്സസൈസാണ്, അത് ഓർത്തോണം. അപ്പം നമുക്കൊന്ന് വായിക്കാം. ആദ്യത്തെ 1, 2, 3, 4 ബാർ 2 തവണ വായിച്ചിട്ട് അതിനോട് ചേർന്നുള്ള ഡോട്ടഡ് മിനിമം നോട്ട് വായിച്ച് വേണം നിർത്താൻ. അപ്പോൾ ഒന്ന് വായിച്ച് അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. അതായത് കൗണ്ട് വെക്കുമ്പോൾ ഇങ്ങനെ വരും. 1, 2, 3, 1, 2, 3, 1, 2, 3, 1, 2, 3, 1, 2, 3 മുഴുവനായി. ഇനി നമുക്ക് 42nd എക്സസൈസ്. അപ്പോൾ ഇനി നമുക്ക് 42nd എക്സസൈസ് ഒന്ന് നോക്കാം. ഇതും സ്ലെയർ ഉണ്ട്. അപ്പം നമുക്ക് അത് ടൈ നോട്ടാണിത്. അതായത് ഈ തന്നെ 3 ബീറ്റ് കൊണ്ട് അത് കഴിഞ്ഞ് 1 ബീറ്റ് ഇടും. അപ്പം ടൈ ആണ്, സ്ലെയർ അല്ല വരുന്നത്. ടൈ നോട്ട്സ് അത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഒന്നുകൂടെ കാണിക്കാം. കൗണ്ട് ചെയ്ത് 1, 2, 3, 4. 1, 2, 3, 4 എന്തിനാണ് കൗണ്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞു അത് ടൈ ആകുന്ന നോട്ട്. അതായത് ഒരേ നോട്ട് തന്നെ 2 ബാറിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് ടൈ ആയി വായിക്കും. അതിൻ്റെ മേളിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്ലെയർ എന്ന് പറഞ്ഞാൽ 2 ഡിഫറൻറ്റ് നോട്ടിനെ ഒരേ ടൈമിൽ വായിക്കുന്നതിന് സ്ലെയർ എന്നും പറയും. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഇതാ 1, 2, 3, 4, 1, 2, 1, 2, 3, 4, 1, 2, 1, 2, 3, 4. അപ്പോൾ കണ്ടു കാണുമല്ലോ അത്. അപ്പോൾ ഇനി നമുക്ക് വേണേൽ ഒന്നുകൂടെ അത് ഒന്ന് നോക്കാം. അപ്പം അടുത്ത എക്സസൈസ് എന്ന് പറയുന്ന 43rd എക്സസൈസ്. അടുത്തായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നത് 43rd എക്സസൈസാണ്. ഇൻ എ ജോയ്സ് മൂഡ്. അതിൻ്റെ ഹെഡിങ്ങിൻ്റെ താഴെ തന്നെ ഷെർസാൻഡോ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം ഇൻ ലൈവ്ലി അല്ലെങ്കിൽ ഇൻ എ പ്ലേഫുൾ മാനർ എന്നാണ് അതിൻ്റെ മീനിങ്. അത് ഇറ്റാലിയൻ വേർഡാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അപ്പർ ബോ എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെ. ഒരു ബാറിൽ 3 നോട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ ഫസ്റ്റ് ബാർ കഴിഞ്ഞ് സെക്കൻഡ് ബാറിലെ ഫസ്റ്റ് നോട്ട് കഴിഞ്ഞിട്ടുള്ളത് 1 ബീറ്റ് റെസ്റ്റാണ്. അപ്പോൾ അതുകൂടെ കൗണ്ട് ചെയ്ത് എങ്ങനെയാണ് വായിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓരോന്നും പറഞ്ഞുതരാം. അപ്പം നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ, തേർഡ് ലൈൻ, 5th ലൈൻ ഇതൊരു വയലിനിസ്റ്റ് വായിക്കണം. സെക്കൻഡ്, 4th, 6th മറ്റൊരു വയലിനിസ്റ്റ് സെയിം ടൈമിൽ വായിക്കണം, 2 പേരും. അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പം നമുക്ക് അതൊന്ന് വായിക്കുന്നത് നോക്കാം. ആദ്യത്തെ ഫസ്റ്റ് ലൈന്, പിന്നെ തേർഡ് ലൈൻ, പിന്നെ 5th ലൈൻ ഇത് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് ലൈൻ, തേർഡ് ലൈൻ, 5th ലൈൻ ഇത് നോക്കാം. ഓരോ ലൈനും 2 പ്രാവശ്യം വീതം നിങ്ങൾ വായിക്കണം. അങ്ങനെ വേണം അത് തീർക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ലൈന്, പിന്നെ തേർഡ് ലൈൻ, 5th ലൈൻ ഇത് നോക്കാം. നമുക്ക്
ഇതാണ് ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് ലൈൻ. അപ്പോൾ ഈ എക്സസൈസിൻ്റെ സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത് ലൈൻ എങ്ങനെയാണ് വായിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സിക്സ്ത് ലൈനും ഫിഫ്ത്ത് ലൈനും ഞാൻ നേരത്തെ പറഞ്ഞു എഫ് ഫ്ലാറ്റ് മേജർ സ്കെയിലാണത്. അതാണ് 1 ഫ്ലാറ്റ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റിൻ്റെ സൈനാണ് മ്യൂസിക്കിൻ്റെ സൈനിന് ശേഷം, ക്ലഫിന് ശേഷം കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലൈനിലെ എല്ലാ ലൈനിലും സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത്, അതിനകത്ത് ഫസ്റ്റ് ബാറ് 3 ബീറ്റ് റെസ്റ്റാണ്. അപ്പോൾ നമുക്കത് നോക്കാം വായിക്കുന്നത്. ആദ്യം സെക്കൻഡ് ലൈൻ. അടുത്തത് ഫോർത്ത് ലൈൻ. നെക്സ്റ്റ് സിക്സ്ത് ലൈൻ. അപ്പം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഒരു തവണ കൂടെ ഞാനതൊന്ന് വായിക്കാം. സെക്കൻഡ്, ഫോർത്ത് ആൻഡ് സിക്സ്ത്. ഇതുപോലെ വായിക്കുക.